എന്ന് പറഞ്ഞാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുൻകാല നേതാക്കന്മാർ മുഴുവനും പഠിപ്പിച്ചതാ. കാരണം ഖുർആനും ഹദീസും പഠിപ്പിച്ചതാണ്. അത് ഇത്രകാലം പറഞ്ഞു നടന്നതിന് അള്ളാഹ് പുറത്തു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗത്തിന് തൗഹീദിന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ? തങ്ങൾ മുവഹിദുകളാന്ന് പറയാൻ പറ്റുമോ? മുജാഹിദാന്ന് പറയാൻ പറ്റുമോ? ഞങ്ങൾ അതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് നവയാഥാസ്ഥികർ എന്ന് പേരിട്ടത്. വെറുതെട്ടല്ല, നിങ്ങൾക്ക് ഏറ്റവും ഫിറ്റായ പേരെന്നാണ് നിങ്ങളെ കൂട്ടത്തിലുള്ള ഒരാൾ ആ വിഷയത്തെക്കുറിച്ച് ഞങ്ങളോട് പ്രതികരിച്ചത്. ഇത് ഞാൻ സൂചിപ്പിച്ചത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനവാദങ്ങളിൽ നിന്ന് ഇവർ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അത് പിന്മാറി. പഴയ വാദം എന്താണ് എന്ന് സക്കരിയ തന്നെ പറയുന്നുണ്ട് മറഞ്ഞ മാർഗത്തെക്കുറിച്ച്. അതൊരു കേട്ടോ. ഈമാൻ കാര്യത്തിൽ ആറാമത്തെ കാര്യം എന്താ? ഖൈറും ചെറും അള്ളാഹുവിൽ നിന്നാണ്. അത് വിശ്വസിക്കണ്ടേ നമ്മള്? അപ്പൊ നമ്മൾ ഇറങ്ങിയിട്ട് തിരിച്ചു വന്നതിലാണ് ഖൈറ്, മറവി വ്യക്തിയിലാണ് ദോഷം എന്ന് വിചാരിക്കാൻ പാടുണ്ടോ? അപ്പൊ ഖൈറും ചെറും അള്ളാഹുവിൽ നിന്നാണ് എന്ന വിശ്വാസത്തിൽ നമുക്ക് തെറ്റുപറ്റുന്നത് കൊണ്ടാണ് നിരവധി അന്ധവിശ്വാസങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നും എടുത്തു പോകാതിരിക്കാൻ കാരണം. ഇത് നമ്മൾ ഉറച്ചു വിശ്വസിച്ചാൽ മതി. നമുക്ക് മറഞ്ഞ മാർഗത്തിലൂടെ ഒരു ഖൈറ് വരുത്താൻ പടച്ചവനെ സാധിക്കുള്ളൂ. മറഞ്ഞ മാർഗത്തിലൂടെ ഒരു ദോഷം വരുത്താൻ അള്ളാഹ്ക്കേ സാധിക്കുള്ളൂ. മറ്റുള്ള നമ്മുടെ ചെറിയ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയതിനോ എന്തെങ്കിലും സാധനം കണ്ടതിനോ ഒന്നും നമുക്ക് യാതൊരു ദോഷവും സംഭവിക്കുകയില്ല എന്ന് നമ്മൾ വിചാരിക്കണം. ആ വിശ്വാസത്തിൽ കുറവ് വന്നുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ചില അന്ധവിശ്വാസങ്ങളൊക്കെ മൂടറുത്ത് നശിപ്പിക്കാൻ നമുക്ക് കഴിയാത്തത്. അപ്പോ ജിന്നിനെ കുറിച്ചുള്ള ഇവരുടെ വാദഗതികളുടെ ഏറ്റവും അപകടകരമായ ഭാഗമാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇതിന്റെ മറ്റു ചില ഭാഗങ്ങളാണ് ജിന്ന് മനുഷ്യന്റെ ശരീരത്തിൽ കയറിക്കൂടും, ജിന്ന് മനുഷ്യന്റെ കോലത്തിൽ വരും, ജിന്ന് മനുഷ്യ സ്ത്രീകളുമായി ബന്ധപ്പെടും. അത് അടിച്ചിറക്കുന്ന ഭാഗമാണ് എടവണ്ണ ചാത്തലൂരിൽ ഇവർ തുടങ്ങി വെച്ചത്. അവിടെ പീഡിപ്പിക്കപ്പെട്ടത് പെണ്ണാണെങ്കിൽ പൊളിക്കലിൽ പീഡിപ്പിക്കപ്പെട്ടത് ആണാണ് എന്ന് മാത്രം. ഈ പീഡിപ്പിച്ചവനെ ഞങ്ങൾ പിടികൂടും. ഏതാണ്ട് സൂചന കിട്ടിയിട്ടുണ്ട്. എവിടെ നിന്നാണ് ആ മുതൽ ഇറങ്ങിയെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഒട്ടും വൈകാതെ പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും. കുറെ കാലമായി ഇതൊക്കെ ഇങ്ങനെ പറയുകയും ആളുകളെ പഠിപ്പിക്കുവാൻ വേണ്ടി പണിയെടുക്കുകയൊക്കെ ചെയ്യുന്ന ചില ആൾക്കാരുണ്ടല്ലോ ഇവിടെ കൂടുതൽ വല്ലാതെ പണിയെടുക്കുന്ന. മുജാഹിദ് പ്രസ്ഥാനം തല്ലി ഓടിച്ച സകലമായ ഏടാകൂടകളും പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആളുകൾ. അതിന്റെ ഭാഗമാണ് ഇയാൾ തന്നെ പറഞ്ഞല്ലോ മറഞ്ഞ മാർഗത്തിലൂടെയുള്ള വിഷയം. അതിൽ സിഹിറും കാര്യങ്ങളൊക്കെ വന്നു. സിഹിറിനെ കുറിച്ച് പറയുമ്പോൾ അതിനെ നിഷേധിക്കുന്നവരാണ്, അതുവഴി ഹദീസ് നിഷേധിക്കുന്നവരാണ് എന്നൊക്കെയാണ് നമ്മളെ കുറിച്ച് പറഞ്ഞത്. ഞങ്ങൾ ആ വിഷയത്തെ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. സിഹിർ എന്നത് അദൃശ്യമായി അഭൗതികമായി കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി മനുഷ്യനെ ഉപദ്രവിക്കുവാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ചെയ്യുന്ന ഒരു പണിയാണ്. അത് ഫലിക്കുമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അദൃശ്യമായി അഭൗതികമായി മനുഷ്യനെ സഹായിക്കുവാനും ഉപദ്രവിക്കുവാനും അല്ലാഹു അല്ലാത്തവർക്ക് സാധിക്കുമെന്ന വാദം അംഗീകരിച്ചു കൊടുക്കലാണ്. ഇത് അംഗീകരിച്ചു കൊടുത്താൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് മാത്രമല്ല പുറത്തേക്ക് പോവുക, ഇസ്ലാമിൽ തന്നെ പുറത്തേക്ക് പോകും. പോയല്ലോ. കാരണം വാദിച്ച് എവിടെ എത്തിയെന്നറിയോ? സിഹിർ ഇങ്ങനെ പോയി 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 അല്ലാഹുവിന്റെ റസൂലിന് വരെ സിഹിർ ബാധിച്ചു എന്ന് പഠിപ്പിച്ചു. ഞങ്ങൾ ആ വിഷയത്തിൽ രണ്ട് കാര്യം പറയട്ടെ. ഒന്ന്, അദൃശ്യമായി അഭൗതികമായി മനുഷ്യനെ ഉപദ്രവിക്കുവാൻ മറ്റൊരു മനുഷ്യന് കഴിയുമെന്ന് വിശ്വസിക്കാത്ത ഒരാൾക്ക് സിഹിർ ഫലിക്കും എന്ന് വിശ്വസിക്കാൻ കഴിയില്ല. അഥവാ സിഹിർ ഫലിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് മറഞ്ഞ മാർഗത്തിലൂടെ സഹായിക്കുവാനും ഉപദ്രവിക്കുവാനും അള്ളാഹ്ക്ക് മാത്രമേ കഴിയൂ എന്ന് വിശ്വസിക്കാൻ കഴിയില്ല. രണ്ട്, ഒരാളെങ്ങനെ നോക്കിയിട്ട് അയാൾക്ക് സിഹിർ ഫലിച്ചതാണ്, കണ്ണേർ ബാധിച്ചതാണ് എന്ന് പറയണമെങ്കിൽ അദൃശ്യമറിയുന്ന ആളുകൾ ഭൂമിയിലുണ്ടെന്ന് പറയണം. അദൃശ്യമറിയുന്ന ആളുകൾ ഭൂമിയിലുണ്ടെന്ന് പറഞ്ഞാൽ അതോടുകൂടി ആൾക്ക് ഇസ്ലാമെന്ന് പുറത്തേക്കുള്ള ഗേറ്റ് തുറക്കാം. ഇവിടെയാണ് സിഹിറിന്റെയും അതുപോലെ കണ്ണേറിന്റെയും ഒക്കെ അവസ്ഥ. ഞാൻ ആ വിഷയത്തിലേക്ക് ലേശം എനിക്ക് വരേണ്ടതുണ്ട്. കാരണമൊന്നുമില്ല, ഞാൻ പറഞ്ഞല്ലോ, എന്തൊക്കെയാണോ ഇവർ പുറത്തിറക്കിയത് അതിന്റെ ഒക്കെ ഓപ്പോസിറ്റ് ചെയ്യുള്ളൂ. എല്ലാ പ്രമേയങ്ങളും അങ്ങനെയാണ്. ഒരിക്കൽ ഇറക്കി നിന്ന പ്രമേയം തിന്മക്കെതിരെ നന്മയിലേക്ക്. അന്നാണ് പള്ളി ഒളിക്കാൻ തുടങ്ങിയത്. കാസർകോട്ട് പള്ളി ആദ്യം പൂട്ടി, അതിങ്ങനെ പോന്ന് 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 കരുവന്തിരുത്തി വഴി ഇങ്ങനെ കയറി
പാലക്കാട്ടെത്തിയപ്പോൾ ഒരു പള്ളി പൊളിച്ചിട്ടാണ് അവസാനിപ്പിച്ചു. ക്യാമ്പയിന്റെ സമാപനം പള്ളി പൊളിക്കൽ. പേരെന്താ? തിന്മക്കെതിരെ നന്മയിലേക്ക്. അത് കഴിഞ്ഞ അടുത്ത മുതൽ ഇസ്ലാം വെളിച്ചമാണ്. ആ വെളിച്ചമാണെന്ന് പറഞ്ഞ പോസ്റ്ററിന്റെ കൂടെയാണ് ഈ ജിന്നും ശൈത്താനും കുട്ടിച്ചാത്തനും കരിങ്കുട്ടിയും ചേക്കുട്ടിപ്പാപ്പയും എല്ലാം ഏടാകൂടെ ഒരുമിച്ച് ഇറങ്ങിയത്. സകല ഇരുട്ടിന്റെ മൂർത്തികളെയും ഇറക്കിയത് വെളിച്ചത്തിന്റെ പേരിലാ. മനസ്സിലാലോ? എന്താ പ്രമേയം? അതിന് ഓപ്പോസിറ്റ് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞ് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ വേറെ സാധനം. മതം ഗുണകാംക്ഷയാണ്. ആ ഗുണകാംക്ഷ കൊണ്ട് പൊറുതി മുട്ടിയാണ് ഇപ്പൊ നേതാക്കന്മാരുടെ കൂടി. സ്നേഹിച്ചു കൊല്ലാന്ന് പറയുന്നു. ഗുണകാംക്ഷ കൊണ്ട് കൊല്ല. പുടിക്കലി പ്രശ്നമുണ്ടായപ്പോ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരെ വിളിച്ചപ്പോ അവർ കൈ മറത്തി നിന്നുകൊണ്ടാ. എന്താ കാരണം? അനുയായികൾ കാണിക്കുന്ന ഗുണകാംക്ഷയിൽ വീർപ്പുമുട്ടലാണ്. അങ്ങനെ ശ്വാസം മുട്ടലായി ചുമച്ചു ചുമച്ചു കൂടുകയാണ് ഇപ്പോ. ഞാൻ അവരെ കുറ്റപ്പെടുന്നില്ല. അവർ നേരത്തെ ചിലരെ അടക്കിയിരുത്തേണ്ടിയിരുന്നു. അത് ചെയ്യാത്തതിന്റെ പാപഭാരം ഇപ്പോൾ അനുഭവിക്കാം. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാരുടെ നേതാക്കന്മാരുടെ ആദർശബോധത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ചില കുട്ടി സഖാക്കൾ ഇറങ്ങിയപ്പോ അവരെ പിടിച്ചു കെട്ടുന്നതിന് പകരം അവരോട് പ്രതിരോധിച്ചവരെ പിരിച്ചുവിട്ടല്ലോ. അതിന്റെ ദുനിയാവിലെ ശിക്ഷ ഇപ്പോൾ അനുഭവിക്കുന്നു എന്ന് മാത്രം. ശവത്തിൽ കുത്തുന്നില്ല. മതം ഗുണകാംക്ഷനാണ്. അവസാനം ഇറക്കിയ പ്രമേയുണ്ട് ഇപ്പോ. എന്തായിരുന്നു? അറിവ് സമാധാനത്തിന്. അതിന്റെ ഇടക്കാലത്ത് കിട്ടിയ മുഴുവൻ അറിവും ഉണ്ടാക്കിയ മുഴുവൻ സമാധാനവും തകർക്കുന്നതാണ്. ഇരുവേറ്റി പറഞ്ഞ പോലെ കറുത്ത പൂച്ച ഭഷ്ടം, പട്ടി ഭഷ്ടം, പാമ്പ് ഭഷ്ടം, പല്ലി ഭഷ്ടം. ഏതു ജീവനെ കണ്ടാലും പേടി. ജീവനെ മാത്രമല്ല, അവനാന്റെ മുഖം കണ്ണാടി കണ്ട അതിനും പേടി. കാരണം ഇത് ഞാൻ തന്നെയാണോ? അല്ല. അപ്പൊ ഞാനേതാ? അതോ ഇതോ? ആ കോലത്തിൽ തീർന്നില്ല. ഭാര്യയെ ഉറപ്പില്ല, മക്കളെ ഉറപ്പില്ല, ബാപ്പാനെ ഉറപ്പില്ല, ഉമ്മാനെ ഉറപ്പില്ല, നാട്ടിലാരും ഉറപ്പില്ല. ഈ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് പലരും പല അതിക്രമങ്ങളും ചെയ്ത് ഇന്ന് ഇരുമ്പടികൾ എണ്ണിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചു ഈ ഒരു പ്രമേയമെങ്കിലും ഇവർ അന്വർത്ഥമാക്കും. അറിവ് സമാധാനത്തിന് എന്ന പ്രമേയം അന്വർത്ഥമാക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചു. പക്ഷേ തെറ്റിയില്ല. പാരമ്പര്യം തെറ്റിയില്ല. ആ അറിവ് സമാധാനത്തിന് എന്ന പ്രമേയത്തെ പൂർണ്ണമായ തോതിൽ വിശദീകരിച്ച് ആളുകളെ ബോധ്യപ്പെടുത്തി സംസ്ഥാന സമ്മേളനം പിടിച്ചു കൂട്ടി കോട്ടക്കൽ രണ്ടത്താണി. അവിടെയാണ് പ്രത്യേക കൗൺസിലിംഗ് സെന്റർ, പുളിക്കലിൽ വരാനിരിക്കുന്ന കൗൺസിലിംഗ് സെന്ററിന്റെ സമ്മേളന മോഡൽ